സംഘബലം കൊണ്ടാണ് ദുര്യോധനൻ പകരം വീട്ടുതെന്ന് എനിക്കറിയാമായിരുന്നു. ഞാനും കരുതി നടന്നു. വലിയമ്മയുടെ മക്കൾ കുറേ പേരുണ്ട്. എനിക്കും പലരുടെയും പേരറിയില്ല. പിന്നെ വലിയച്ഛന് സൂതരിലും ശൂദ്ര സ്ത്രീകളും ഉണ്ടായ മക്കൾ. അവർ ഒരുമിച്ചാണ് എപ്പോഴും നടക്കുന്നത്. അധ്യയനമില്ലാത്ത ദിവസങ്ങളിൽ മൃഗയാ വിനോദത്തിന് പോകാറുണ്ട്. തീരുകളിൽ കാടിൻ്റെ അതിർത്തി വരെ എത്തും. കാട്ടിൽ നായാട്ടുകാർ താവളങ്ങളിൽ കാവലുറപ്പിക്കും. ആനപ്പുറത്തിരുന്ന് യോദ്ധാക്കൾ കാടിളക്കുവാൻ തുടങ്ങും. വില്ലാളികൾ ഓടുന്ന മൃഗങ്ങളെ അമ്പെയ്ത് വീഴ്ത്തും. ഇതും ക്ഷാത്രിയന്മാരുടെ പാഠങ്ങളിലൊന്നാണ്. കൃപാചാര്യരുടെ മുതിർന്ന ശിഷ്യന്മാരിൽ ഒരാളായ നിർഭഗീരനായിരുന്നു ഈ യാത്രകളിൽ നേതൃത്വം നൽകിയത്. ഞങ്ങൾ മുതിർന്ന കുട്ടികൾ പല താവളങ്ങളിൽ വില്ലാളികളുടെ കൂടെ ചെന്നിരിക്കും. നായാട്ടി കിട്ടിയ മാംസവും വേവുന്നതുവരെ സംഘം കാത്തിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വിളി കേൾക്കാവുന്ന ദൂരത്തോളം കാട്ടിൽ ചുറ്റി നടക്കാം. ആ യാത്രകളിലൊന്നിൽ പകരം വീട്ടുമെന്നാണ് ഞാൻ ഊഹിച്ചിരുന്നത്. അതെ, എപ്പോഴും രണ്ടാമനായി കാണപ്പെട്ട ഭീമസേനന്റെ രണ്ടാം മുഴം എന്ന കഥയുടെ രണ്ടാം ഭാഗം തുടരുന്നു. നായാട്ട് നിശ്ചയിച്ചാൽ എനിക്ക് ആഹ്ലാദമായിരുന്നു. കുതിച്ചു പായുന്ന വേഗം കണക്കാക്കി മുമ്പേ വിടുന്ന അമ്പുകൊണ്ട് മൃഗം വീണുമറിയുന്ന നിമിഷം. ഞാണീലയുടെ തൊട്ടുപുറകെ വരുന്ന ആ നിമിഷത്തിനു വേണ്ടി വീർപ്പടക്കി കാത്തിരിക്കുന്നു. ദാ ഇപ്പോൾ വായുവിൽ ഉയർന്നു ചാടിയതാണ് മൃഗമെന്ന് കരുതും. പിന്നെ അത് നിലംപൊത്തി നിശ്ചലമാകുമ്പോൾ ഞാൻ വില്ലാളിയെ നോക്കും. വിജയത്തിന്റെ ചിരി അപ്പോൾ ആ മുഖത്ത് കാണും. ശൂദ്രനോ സൂതനോ ആകട്ടെ, അയാളെ അപ്പോൾ ആശ്ലേഷിക്കുമെന്ന് തോന്നും. കൃപാചാര്യരുടെ ആയുധ പാടവങ്ങൾക്കിടയിലും ഞങ്ങൾ തമ്മിൽ കാണുമ്പോഴൊക്കെ ദുര്യോധനൻ മുഖം തിരിച്ച് നടക്കും. ദുശാസന്റെ നോട്ടത്തിൽ നിനക്ക് വേണ്ടിയിട്ടുള്ള ദിവസം വരുന്നു എന്ന മുന്നറിയിപ്പുണ്ട്. കാട്ടിലെത്തുമ്പോൾ കൂട്ടത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഒരിക്കൽ പുറപ്പെടും മുമ്പ് അർജുനൻ പറഞ്ഞു, ഇന്ന് ഞാൻ അമ്പെയ്ത് മൃഗങ്ങളെ വീഴ്ത്തുന്നത് കണ്ടോളൂ. ഞങ്ങൾക്ക് സ്വന്തമായി അമ്പും വില്ലും തരാൻ തുടങ്ങിയിരുന്നില്ല. കാടറിയാനും മൃഗങ്ങളുടെ ഗതി പഠിക്കാനുമാണ് ഈ യാത്രകൾ. മുതിർന്ന കുട്ടികൾ കുന്തമെടുക്കും. അരയിൽ തോലുറയിൽ നായാട്ട് കത്തി തൂക്കിയിടും. രണ്ടും അലങ്കാരത്തിനായിരുന്നു. കാടിളക്കി കഴിഞ്ഞതിനിടയ്ക്ക് ഞങ്ങൾ താവളത്തിനടുത്തുകൂടെ ഒരു മൃഗവും വന്നില്ല. അഹിച്ചത്രക്കാരനായ ഒരു വില്ലാളിയുടെ കൂടെയായിരുന്നു ഞാനാണ്. അയാൾ പുതുതായി സൈന്യത്തിൽ ചേർന്നതാണ്. അപ്പോൾ മറുവശത്തെ താവളത്തിൽ നിന്ന് ആർപ്പുവിളി കേട്ടു. ഒരു മൃഗം വീണിരിക്കുന്നു. ആപത്തിനും ആർപ്പുവിളിയാണ്. ഇത് അപൂർവമായ വിജയത്തിൻ്റെതാണ്. വെളിസ്ഥലത്ത് നായാട്ടുകാർ ഒത്തുകൂടിയപ്പോൾ ഞങ്ങളും ചെന്നു. ഒരു കൂറ്റൻ കരിമാനാണ് വീണ് കിടക്കുന്നത്. അർജുനൻ ആകെ ചിരിച്ച് പൂത്തുലഞ്ഞ് നായാട്ടുകാരുടെ അഭിനന്ദനം സ്വീകരിക്കുന്നു. അന്ന് അർജുനന് 10 വയസ്സാണ്, എനിക്ക് 11. അർജുനന്റെ വിജയമോർത്ത് ഞാനും അഭിമാനിച്ചു. ഞാൻ അവൻ്റെ ചുമലിൽ പിടിപ്പിച്ചു. യുധിഷ്ഠിരൻ പറഞ്ഞു, ആദ്യത്തെ മൃഗം വീഴുമ്പോൾ ക്ഷത്രിയൻ ബലം കൊടുത്തുവ ദേവന്മാർക്ക് നന്ദി പറയണം, മറന്നുപോകരുത്. ഞാൻ ദുര്യോധനെ നോക്കി. ഒരു നിസ്സാര കാര്യം നടന്നതുപോലെ അവൻ ഞങ്ങൾക്ക് പുറംതിരിഞ്ഞു നിന്ന് സംസാരിക്കുന്നു. മടക്കയാത്രയിൽ എല്ലാവരും മുമ്പേ പോയി. ദുര്യോധനാദികൾ നേരത്തെ പോയതുകൊണ്ട് ഞാൻ സാവധാനത്തിൽ കാട്ടുകിളികളുടെ ശബ്ദം കേട്ടുകൊണ്ട് നടന്നു. ഭയപ്പെടാനൊന്നുമില്ല. അപ്പോഴാണ് താഴെ നിന്ന് ആർപ്പുവിളി കേട്ടത്. ഇത് ആപത്തിന്റെ മുന്നറിയിപ്പാണ്. പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് ചാടിയിറങ്ങിയ കാട്ടുപന്നി നായാട്ടുകാരുടെ മുമ്പിൽ പൊടുന്നനെ എത്തിയപ്പോൾ അമ്പരപ്പോടെ അത് തെല്ലിട മണം പിടിച്ചു നിന്നു. ചെമ്മണ്ണിൽ പുതഞ്ഞ തേറ്റുകൾ അകലിൽ നിന്ന് എന്നെ കാണാമായിരുന്നു. വഴി മാറണോ എന്ന് ആലോചിച്ച് ഞാൻ നിൽക്കുമ്പോൾ വീണ്ടും ആർപ്പുവിളി. ഒറ്റപ്പന്നിയെ ബുറാക്കത്തേക്കാൾ ഭയപ്പെടാമെന്നാണ് നാട്ടുകാർ പറയാറുണ്ട്. ശരം വിട്ട പോലെ അത് കുതിക്കുന്നത് കപ്പോൾ എൻ്റെ നേർക്കാണ്. മാറി നിൽക്കാൻ ഒരു മരം കൂടിയില്ലാത്ത പുൽമേടിൻ്റെ നടുക്ക്. നായാട്ടു സംഘങ്ങളുടെ ചവിട്ടി പതിഞ്ഞ വഴിയിലാണ് ഞാൻ. കുതിച്ചെത്തുന്ന ക്രോധമൂർത്തി എൻ്റെ മണം പിടിച്ചു തന്നെയാണ് വരുന്നതെന്ന് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ നടുങ്ങി. ഓടി രക്ഷപ്പെടാനാവില്ല. മൃഗത്തിൻ്റെ ശ്രദ്ധ തിരിക്കുവാൻ നാട്ടുകാർ ബഹളം കൂട്ടുന്നത് കൊണ്ട് ഫലമില്ല. തേറ്റകൾ പിടിപ്പിച്ച ഒരു കരിമ്പ് പോലെ മൃഗം പറന്നു കിടന്നു. ഇതായിരിക്കാം അവസാനം. മഹാബലവാനാവേണ്ടവൻ ഇതാ കാട്ടുപന്നിയുടെ തേറ്റയിൽ കുടുങ്ങി. സൂതർക്കൊരു വീരമണത്തിൻ്റെ കഥയുണ്ടോ? അതോ വേറൊരു കഥയുണ്ടാക്കാൻ കൂടി അവസരം കൊടുക്കാതെ ചത്തു വീഴുവാൻ പോവുകയാണോ ഞാൻ? നിലത്തു നോക്കാതെ വഴിമടക്കുന്നത് എന്താണെന്നറിയാതെ കാട്ടുപന്നി ആക്രമിക്കുമെന്ന് പഠിപ്പിച്ച നായാട്ടുകാരെ ഈ മൃഗത്തിലേതായാലും അറിയില്ല. മുഖമുയർത്തി തേറ്റകൾ വിടർത്തിയെടുക്കുന്ന പന്നി വായ തുറന്നുകൊണ്ട് തന്നെയാണ് എൻ്റെ നേർക്ക് കുതിച്ചത്. എൻ്റെ കുന്തമിന തുറന്ന വായിൽ കടന്നതും അപ്പോൾ തന്നെ എൻ്റെ ശക്തി കൊണ്ടല്ല. മുന്നോട്ടത്തെ മൃഗത്തിൻ്റെ ശക്തിയിൽ 3 മുഴം വരുന്ന കുന്തത്തിൻ്റെ പകുതിയും അകത്തെവിടെയോ ആഞ്ഞിറങ്ങുന്ന എൻ്റെ കൈകൾക്ക് അനുഭവപ്പെട്ടു. തെറിച്ചു വീഴുമ്പോൾ കുന്തത്തിലെ പിടി വീടാതിരിക്കാൻ ഞാൻ അമർപ്പിച്ചു. ചെമ്മണ്ണ് പുരണ്ട തേറ്റകൾ എൻ്റെ തോട്ട മുന്നിൽ നെഞ്ചിന് സമീപം മുമ്പോട്ടുള്ള അവസാനത്തെ കുതിപ്പിൽ വീണ്ടും കുന്തമന അകത്തേക്ക് ഇറങ്ങി.
ബലാബലത്തിൽ ഇനി മൃഗത്തിന് ജയിക്കാനാവില്ല എന്ന് തെറിഞ്ഞുകൊണ്ട് ഞാൻ ശരീരം വളച്ച് നിവർന്നു. പെടുന്നതിനെ ശക്തി അയച്ച മൃഗം ഒന്ന് പിടഞ്ഞു. ഭയന്നുപോയ നാട്ടുകാർ അടുത്തെത്തിയപ്പോൾ ശ്വാസം നിലച്ച പന്നിയുടെ ദേഹത്തിൽ ചവിട്ടി ഞാൻ കുന്തം വലിച്ചൂരി. ചോരയുടെ ഒരു ഉറവ് എൻ്റെ ദേഹത്തിൽ തെറിച്ചു. ആകെ തളരുന്നത് പോലെ തോന്നി. ചുമലിൽ കൈവച്ച അർജുനന്റെ കഴുത്തിൽ പിടിച്ചു നിന്ന് ശ്വാസം നേരെയായപ്പോൾ ഞാൻ പതുക്കെ ചിരിച്ചു. അലർച്ച കേട്ടപ്പോൾ എല്ലാം കഴിഞ്ഞുവെന്ന് ഭയപ്പെട്ടു. നായാട്ടുകാർ പറഞ്ഞു. ഞാൻ അലറിയത്രേ, എനിക്ക് ഓർമ്മയില്ല. ചെമ്മണ്ണ് പുരണ്ട തേറ്റകളെ മാത്രമേ ഞാൻ ശ്രദ്ധിച്ചുള്ളൂ. എപ്പോഴാണ് ഞാൻ അലറിയത്? യുധിഷ്ഠിരൻ ഗൗരവത്തിൽ പറഞ്ഞു. മന്ദ, നീ ഒരു വിഡിത്തമാണ് കാട്ടിയത്. അമ്മ അറിയണ്ട. ആദ്യത്തെ മൃഗം വീണ ആർപ്പ് വിളിയും ആഘോഷവും ഉണ്ടായില്ല. ദേവകളെ പ്രീതിപ്പെടുത്തുവാൻ ബലി കൊടുക്കേണ്ട കാര്യവും ജ്യേഷ്ഠം പറഞ്ഞില്ല. ഞങ്ങൾ നടന്നു. നന്ദി പറയാൻ ഞാൻ മനസ്സിൽ നിശ്ചയിച്ചിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് അപകടമുത്തിയ മുഹൂർത്തത്തിൽ ആരോ കരുത്തു കൂട്ടിയെന്നത് തീർച്ചയാണ്. എൻ്റെ കരുത്തിനെപ്പറ്റി എനിക്ക് തികച്ചും ബോധം വന്നിരുന്നു. ജ്യേഷ്ഠന് ഞാൻ ഇപ്പോഴും മന്ദനായിരിക്കും. കൗരവർക്ക് വെറും മൃഗോദനായിരിക്കും. പക്ഷെ ഭീമൻ മഹാബലവാനായി തീർന്നു വളർന്നു. ഞാൻ ആഹ്ലാദത്തോടെ മനസ്സിൽ പറഞ്ഞു. അന്ന് സന്ധ്യാവന്ദനത്തിന് വളരെ മുമ്പായി തന്നെ ഞാൻ നദീതീരത്തിലെത്തി. വെറുതെ നീന്തി കളിച്ചു. ആലോലം മുങ്ങിക്കയറി ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ചെവികൾക്ക് മാത്രമായുള്ള സന്ദേശവും കൊണ്ട് അന്നും ഒരു ഇളം കാറ്റായി ദൂതൻ വന്നു. അപ്പോഴാണ് അവർ വന്നത്. ഞാൻ നേരത്തെ നദീതീരത്തിലെത്തിയത് അറിഞ്ഞിരിക്കണം. ദുര്യോധനും കൂട്ടുകാരും അതറിഞ്ഞിട്ടുണ്ടാവും. ഭയത്തോട് ഞാൻ മുമ്പേ വിട പറഞ്ഞു കഴിഞ്ഞിരുന്നു. എത്തിപ്പിടിക്കാൻ കുറേയേറെ കൈകൾ എൻ്റെ നേർക്ക് നീണ്ടു. ചിലരെ ചവിട്ടി തെറിപ്പിച്ചു. ദേഹത്തിൻ്റെ ചുരുട്ടിയ മുഷ്ടികൾ വീഴുന്നുണ്ടായിരുന്നു. വേദന അറിഞ്ഞില്ല. കൂട്ടം കൂടി പൊതിഞ്ഞു നിൽക്കുമ്പോൾ സ്വന്തം കൈകാലുകൾക്കൊന്നും ചെയ്യുവാനാവില്ല എന്നറിയാത്ത വിഡ്ഢികൾ. അവശനായി എന്ന് ഭാവിച്ചു നിന്ന എൻ്റെ അടുത്തേക്ക് രണ്ട് ഭാഗത്തു നിന്നും അടിച്ചു കയറിയ ദുര്യോധനും ദുശാസനെയും കൈത്തണ്ടയ്ക്കത്ത് കിട്ടുവാൻ ഞാൻ കാത്തുനിന്നു. കഴുത്തടക്കി കിട്ടിയപ്പോൾ അവരെയും വലിച്ച് ഞാൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. തലയുയർത്താനാവാത്തവണ്ണം താഴ്ത്തി പിടിച്ചപ്പോൾ അവർ പിടഞ്ഞു. മൃഗത്തെ ശബ്ദങ്ങളുണ്ടാക്കി. ഇനിയും മുക്കി പിടിച്ചാൽ ചത്തുപോകുമെന്ന് തോന്നിയപ്പോൾ വിട്ടു. പ്രയാസപ്പെട്ട് കരകി കയറി അവർ കുറച്ച് വെള്ളം ഛർദ്ദിച്ച് കൽപ്പാടുകൾ ഇരുന്നു. അവരുടെ മുമ്പിൽ ഞാൻ തലയുയർത്തി നിന്നു. ഭയന്ന സംഘക്കാർ അടുത്തു വരാതെ പിന്നിൽ എവിടെയോ നിൽക്കുകയാണ്. ഇനി ഒരിക്കൽ കയ്യേറ്റത്തിന് വന്നാൽ എൻ്റെ മുഖത്ത് നോക്കിയിടാ. ദുര്യോധനൻ പതുക്കെ മുഖമോർത്തി. ഞാൻ പറഞ്ഞു, കൊല്ലും, എല്ലാറ്റിനെയും ഞാൻ കൊല്ലും. വലിയമ്മയുടെ കൊട്ടാരത്തിലേക്ക് വരുവാൻ പിറ്റേന്ന് കൽപ്പനയുണ്ടായി. ഞങ്ങളെ എല്ലാവരെയുമാണ് വിളിച്ചിരുന്നത്. അതുകൊണ്ട് പുഴയിലെ കലഹമാവില്ല കാരണമെന്ന് ഞാൻ സമാധാനിച്ചു. യുധിഷ്ഠിരന്റെ പിന്നിലായി ഞങ്ങൾ നടന്ന് ചെറിയ മണ്ഡപത്തിൽ കടന്നു ചെന്നപ്പോൾ വലിയമ്മയുടെ അമ്മയുമുണ്ട്. അമ്മ നിൽക്കുകയായിരുന്നു. കറുത്ത ശീലവസ്ത്രം മുഖത്തിൻ്റെ പകുതിയെ മറച്ചിട്ടുള്ളൂ. വലിയമ്മയുടെ കണ്ണുകൾ എന്നെയാണോ തിരിയുന്നത്? അപ്പോൾ ദുര്യോധനും അനുജന്മാരും കടന്നു വന്നു. അവർ തങ്ങളുടെ ഇടതുവശത്തായി വലിയമ്മയുടെ മുമ്പിൽ നിന്നു. വലിയമ്മ വിളിച്ചു, ഉണ്ണി ഭീമസേന, വരൂ. ഞാൻ പതുക്കെ മുമ്പിലേക്ക് നീങ്ങി. അവർ ആംഗ്യം കാട്ടിയപ്പോൾ ദുര്യോധനന്റെ അടുത്തേക്ക് വന്നു. കറുത്ത വസ്ത്രത്തിന് പിന്നിലെ കണ്ണുകൾ എന്നെ കാണുന്നുണ്ടോ? പതിഞ്ഞ ശബ്ദത്തിൽ വലിയമ്മ ചോദിച്ചു, നിങ്ങൾ ഇപ്പോഴേ പോര് തുടങ്ങിയോ? ഞാനൊന്നും മറുപടി പറഞ്ഞില്ല. എന്തോ പറയാൻ തൊണ്ടയനെങ്കിലും വാക്കുകളൊന്നും ദുര്യോധനനിൽ നിന്ന് പുറത്തു വന്നില്ല. പിന്നെ എല്ലാവരോടും എന്ന പോലെ വലിയമ്മ പറഞ്ഞു, കലഹം ഇപ്പോഴേ തുടങ്ങിയെങ്കിൽ പറയണം. അമ്മമാരും മുത്തശ്ശിമാരും പോയ വഴിക്ക് ഞാനും വനത്തിലേക്ക് ഇറങ്ങും. നിങ്ങൾ കലഹിച്ച് രസിച്ചോളൂ. ഗാന്ധാരത്തിൽ നിന്ന് ഹസ്തിനപുരത്തിലെ വധുവായി സഹോദരൻ ശകുനിയുടെ കൂടെ 100 അകമ്പടിക്കാരും 100 ദാസിമാരുമായി വന്ന വല്യമ്മയുടെ നഗരപ്രവേശനത്തെപ്പറ്റി ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കോട്ടവാതിക്കൽ സുന്ദരിയായ വല്യമ്മ കാണുവാൻ ആളുകൾ തിങ്ങിക്കൂടി. അർഘ്യവും പാദ്യവും നൽകി. അസംഖ്യം കാഴ്ചദ്രവ്യങ്ങളും വെച്ച് മുത്തശ്ശിമാർ എതിരേറ്റുകൊണ്ടുപോയി. ഹസ്തിനപുരത്തിൽ വിവാഹത്തിന്റെ ഘോഷങ്ങൾ നടക്കുമ്പോഴാണത്രേ വലിയമ്മ അറിയുന്നത് കുരുരാജകുമാരൻ ധൃതരാഷ്ട്രൻ അന്ധനാണെന്ന്. സുബല രാജാവായി പിതാമഹൻ ഭീഷ്മർ മകളുടെ വിവാഹാലോചന നടത്തുമ്പോൾ സത്യം പറഞ്ഞിരുന്നു. അച്ഛൻ മകളെ അറിയിച്ചില്ലെന്ന് മാത്രം. ബഹളമുണ്ടാക്കി തിരിച്ചു പോകുവാനൊരുങ്ങിയ സഹോദരൻ ശകുനിയെ വലിയമ്മ ആശ്വസിപ്പിച്ചു. ഭീഷ്മരയച്ച സമ്മാനങ്ങൾ മുഴുവൻ സ്വീകരിച്ച് സുബലൻ കന്യാദാനം സമ്മതിച്ചതാണ്. അച്ഛൻ്റെ വാക്കുമാനിച്ച് വല്യമ്മ ഹസ്തിനപുരത്തിലെ വധുവായി. അവർ കൊട്ടാരം വിട്ട് പുറത്തിറങ്ങിയിട്ടല്ല, പിന്നെ മുഖം മൂടിയിട്ടാണ് അകത്തു നടക്കുന്നത്. ആ വല്യമ്മയാണ് സംസാരിക്കുന്നത്. കേട്ടു നിൽക്കുന്ന ഞങ്ങളെല്ലാം വെറും കുമാരന്മാരാണെന്ന കാര്യം വല്യമ്മ മറന്നുപോയതുപോലെ തോന്നി. കുരുവംശത്തിലെ പുരുഷന്മാർ മുഴുവൻ സ്ത്രീകളുടെ കണ്ണീര് കൊണ്ട് രസിച്ചവരാണ്, എനിക്കറിയാം. അമ്മ എന്തോ തല താഴ്ത്തി സ്വകാര്യം പറഞ്ഞു. വലിയമ്മ അത് കേട്ടില്ല. വരാൻ പോകുന്ന നിങ്ങളുടെ വധുക്കളെ ഓർത്താണ് എനിക്കിപ്പോൾ ദുഃഖം. അന്ധന്മാർക്കും ഷണ്ടന്മാർക്കും വേണ്ടി ആഹൂതി ചെയ്ത രാജധാനികളുടെ നെടുവീർപ്പുകൾ എന്നും ഈ കൊട്ടാരക്കുള്ളിൽ തേങ്ങി നടക്കുന്നു. അവരുടെ ശബ്ദം ഇടറിയിരുന്നു. നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ ഹസ്തിനപുരത്തിന് കപ്പം തന്ന് കാൽ വണങ്ങാത്ത ഒരു രാജാവും ലോകത്തുണ്ടാവില്ല. അത് ഏതെങ്കിലും ആചാര്യൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ? ആരും മിണ്ടിയില്ല. യുധിഷ്ഠിരൻ മാത്രം വലിയമ്മയുടെ നേരെ ശിരസ് കുനിച്ചു. എൻ്റെ കൈത്തണ്ടയിൽ അവരുടെ നേർത്ത വിരലുകൾ പതിഞ്ഞു. വിറയ്ക്കുന്ന വിരലുകൾ. ശവം വീണ് കാണിക്കുവാൻ കൊതിക്കുന്ന കൂളികൾ പല വേഷത്തിൽ ഈ കൊട്ടാരത്തിൽ കയറിയിട്ടുണ്ട്. ജ്യോതിഷക്കാരായിട്ടും ഋഷിമാരായിട്ടും നിങ്ങൾ ഒരുമിച്ച് കഴിയേണ്ടവരാണ്.
ആരും ആരുടെയും ശത്രുവല്ല. അതുമാത്രം അവർ പറഞ്ഞു തരില്ല. കൈവിട്ടുകൊണ്ട് വലിയമ്മ മുഖം താഴ്ത്തിയിരുന്നു. ആയുധക്കളത്തിന് പുറത്തു വെച്ച് ആരെങ്കിലും തമ്മിൽ പൊരുതി എന്ന് കേട്ടാൽ അപ്പോൾ ഞാൻ ഈ കൊട്ടാരം വീഴും. കൊല്ലുകയും മരിക്കുകയും ചെയ്ത് നിങ്ങൾ ആണുങ്ങൾ ഘോഷിച്ചു. എല്ലാവരും നിശബ്ദരായി നിന്നു. വലിയമ്മ എഴുന്നേറ്റു. എന്നിട്ട് അകത്തേക്ക് കിടന്നപ്പോൾ കൈപിടിച്ച് അമ്മയും കൂടെ ചെന്നു. നീല ഞരമ്പുകൾ തെളിയുന്ന സ്വർണ്ണ നിറമുള്ള കൈത്തണം. അവർ മരിച്ചുപോയ മാതിരി ചെറിയമ്മയേക്കാൾ സുന്ദരിയായിരിക്കണം. ഞങ്ങൾ രണ്ടു വഴിക്ക് തിരിഞ്ഞു നടന്നു. മത്സരിക്കുന്ന ദുര്യോധനോടും എന്നോടും മാത്രമല്ല വലിയമ്മ പറഞ്ഞതെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി. എല്ലാം മനസ്സിലാവാൻ പിന്നെയും വർഷങ്ങൾ കഴിയേണ്ടി വന്നു. വലിയമ്മ മുമ്പിൽ വെച്ച് ആരെക്കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചിരുന്നില്ല. എങ്കിലും മാറ്റം പ്രകടമായിരുന്നു. ആയുധപുരയിൽ വെച്ച് കാണുമ്പോൾ ഞങ്ങൾ അകന്നു മാറി നടക്കാതെയായി. ബലരാമന്റെ കീഴിൽ ഗദായുദ്ധം പഠിച്ച ഒരു യാദവനെയും കൊണ്ട് ഒരിക്കൽ ശുഗാചാര്യം വന്നു. അയാൾ എന്നെ ദുര്യോധന്റെ നേരെയും ദുശാസന്റെ നേരെയും നിർത്തി. ചിത്രസേനന്റെ നേരെ നിന്നു. സഹദേവൻ ഷണ്ഡശസ്ത്രം തുടങ്ങി. ചെറിയ വേദനകൾ ഏൽക്കുമ്പോൾ എതിരാളി ആശ്വസിപ്പിക്കാൻ നിന്നു. അപ്പോഴും അകന്നു നിന്ന് ഒറ്റയ്ക്ക് അമ്പെയ്ത് പഠിക്കുമായിരുന്നു കാരണം. അയാൾക്ക് മറ്റൊരു ഗുരു കൂടിയുണ്ട്, ധനുർവേദത്തിന്. അതുകൊണ്ട് ദിവസങ്ങളോളം അയാളെ ദുര്യോധന പക്ഷത്തിൽ കാണാറില്ല. പഴയ ഏറ്റുമുട്ടുകളുടെ കഥ ഞങ്ങൾ പതിയെ മറന്നു. അനധ്യായ ദിവസങ്ങളിൽ ചിത്രസേനൻ വന്ന് വിളിച്ചു, വരൂ, എല്ലാവരും പുറപ്പെട്ടു കഴിഞ്ഞു. ഞാൻ ആനപ്പന്തിയിൽ കാമരൂപത്തിൽ നിന്ന് പുതുതായി വന്ന ആനകളെ ചട്ടം പഠിപ്പിക്കുന്നത് നോക്കി രസിക്കുമ്പോഴാണ് ചിത്രസേനൻ വന്നത്. എങ്ങോട്ട്? പ്രമാണകോടിയിൽ ജലോത്സവം. നമ്മളെല്ലാവരും പോകും, വരൂ, എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. തിര കുറഞ്ഞ ഗംഗാതീരത്തിലെ ഒരു മുനമ്പാണ് പ്രമാണകോടി. അവിടെ രാജകുടുംബാംഗങ്ങൾക്ക് വേണ്ടി സ്നാനാഗ്രഹങ്ങളുണ്ട്. ജലോത്സവങ്ങളുടെ ഭാഗമായുള്ള മത്സരങ്ങൾ ഇരുന്ന് കാണുവാൻ കാൽത്തറകളും മണ്ഡപങ്ങളും കെട്ടിയിട്ടുണ്ട്. ജലോത്സവത്തെപ്പറ്റി ഇന്നലെ രാത്രിയിലും ആരും പറഞ്ഞ് കേട്ടിട്ടില്ലല്ലോ. ആരൊക്കെയുണ്ട്? നമ്മളൊക്കെ, നമ്മൾ മാത്രം. ദുര്യോധനും കൂട്ടുകാരും കൊട്ടാരമുറ്റത്ത് തയ്യാറായി ഒത്തുകൂടി. ഉത്സവയാത്രകൾ, പുരുഷാദ്യങ്ങൾ കുതിരകളെ പൂട്ടി തയ്യാറായി നിൽക്കുന്നു. അർജുനനും നകുല സഹദേവന്മാരും നിലക്കെടുത്ത് ചെന്ന് അന്വേഷിച്ചു. ജ്യേഷ്ഠൻ വരുന്നില്ല. ഇല്ലെന്ന് തോന്നുന്നു. ദുര്യോധനൻ ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. വരൂ, പാചകക്കാരൊക്കെ നേരത്തെ പോയി, താൻ സമാധാനിച്ചോളൂ, ഭക്ഷണം മോശാവില്ല. എന്നിട്ട് എൻ്റെ പുറത്ത് തട്ടി. ഞാൻ ജ്യേഷ്ഠനെ അന്വേഷിച്ചു തന്നപ്പോൾ അദ്ദേഹം വലിയച്ഛൻ്റെ മന്ത്രിമാരെ ഒരാളോടൊത്ത് വിഭീതയേക്കാൾ കൗരുവാക്കി ചൂതുകളി കളിക്കുകയാണ്. നിങ്ങൾ പോയില്ല. ചൂതുകളി പഠിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ വന്നത് ജ്യേഷ്ഠനെ രസിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ജ്യേഷ്ഠൻ വരുന്നില്ലെങ്കിൽ ഞങ്ങളും പോകുന്നില്ല എന്ന് പറയണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. യുദ്ധത്തിനായാലും ശേഷക്രിയയ്ക്കായാലും ഉത്സവത്തിനായാലും അദ്ദേഹത്തിന് പിന്നിലാണ് എൻ്റെ സ്ഥാനം. രസം പിടിച്ചു തുടങ്ങിയ കളി നിർത്തി എഴുന്നേൽക്കുവാൻ ജ്യേഷ്ഠന് മനസ്സുണ്ടായിരുന്നില്ല. വാതുക്കൽ വിടാതെ നിൽക്കുന്ന എന്നെ നോക്കി പെറുപിറുത്തുകൊണ്ട് ജ്യേഷ്ഠനും എഴുന്നേറ്റു. ദുര്യോധനൻ ഒന്നാമത്തെ തേരിൽ എനിക്കും യുധിഷ്ഠിരനും അർജുനനും സ്ഥലം നീക്കി വെച്ചിരുന്നു. നകുല സഹദേവന്മാർ രണ്ടാമത്തെ തേരിൽ ദുശാസന്റെയും ചിത്രസേനന്റെയും കൂടെ. പ്രമാണകോടിയിൽ കയത്തിന് മുകളിൽ അകത്തേക്ക് ഒരർദ്ധവൃദ്ധമായി കയറിയിരിക്കുകയാണ് ഗംഗ. ശരത്കാലത്തിൽ ജലോത്സവം നടക്കുന്ന പതിവ്. സ്നാനഘട്ടത്തിലിറങ്ങിയപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, തേരുകൾ മടങ്ങിക്കൊള്ളട്ടെ, നമുക്ക് വൈകുന്നേരം സാവധാനത്തിൽ പുഴവക്കിലൂടെ നടന്നു പോകാം. യുധിഷ്ഠിരൻ സമ്മതഭാവത്തിൽ മൂളി. പുതുതായി കമ്പം തോന്നിയ ചൂതുകളിക്ക് സൗകര്യത്തിൽ കിട്ടിയ ഒരു ദിവസം നഷ്ടപ്പെടുത്തുന്നതിനുള്ള അസ്തവ്യം അപ്പോഴും ജ്യേഷ്ഠന്റെ മുഖത്തു നിന്ന് മാറിയിട്ടില്ലായിരുന്നു. തേരുകൾ തിരിക്കുവാൻ തുടങ്ങിയപ്പോൾ സ്നാനഗ്രഹത്തിന് പുറത്തെ ചെറിയ ഉദ്യാനത്തിലേക്ക് ഞാൻ കടന്നു. ഭക്ഷണത്തിന്റെ മണം. അവിടെ പാചകക്കാർ പുതുതായിട്ടുണ്ടാക്കി അടുപ്പുകളിലും വലിയ ലോയ പായസങ്ങളും പത്രങ്ങളും പലതും തിളയ്ക്കുന്നുണ്ട്. വലിയ കൊട്ടാരത്തിലെ പാചകക്കാരിൽ ഒരാളാണ് മേൽനോട്ടം. എൻ്റെ ഭക്ഷണപ്രിയം അറിയുന്നതുകൊണ്ട് അവർ പറഞ്ഞു, കാട്ടാടും കരിമാനുമുണ്ട് അപ്പുറത്ത്. പ്രാവിറുചി വേണമെങ്കിൽ ഇപ്പോഴേ കുറച്ച് സ്വാദു നോക്കാം. മാംസദോനത്തിൽ നല്ല മണം. കെട്ടിവെച്ച പൊതികൾ അഴിച്ചു നോക്കി. കരിമ്പു നെയ്ക്കിൽ മുക്കി വറുത്ത പയർ, ശർക്കരയും ധാന്യപ്പൊടിയും ചേർത്ത് നെയ്യിൽ വറുത്ത വലിയ മോദകം. ഉരുണ്ട മോദകം മാത്രം എടുത്ത് തിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഉയർന്ന സ്തംഭത്തിൽ പിടിച്ചു കയറി. മുകളിൽ ഒറ്റക്കാലിൽ നിന്ന് ശരീരം വളച്ച് താഴെയുള്ളവരെ വിളിച്ച് ഞാൻ ചെറിയ കുട്ടികളുടെ ആദരവ് നേടി. പിന്നെ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. മലർന്നും കമിഴ്ന്നും നീന്തി. ഊളിയിട്ട് ചെന്ന് ഓർക്കാതെന്ന് വരെ പിടികൂടി ഭയപ്പെടുത്തി ചിരിച്ചു. പുറത്ത് ചിത്രസേനെ മലർത്തിക്കിടത്തി സ്നാനഘട്ടത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീന്തി മറ്റുള്ളവരെ അമ്പരിപ്പിച്ചു. ദുര്യോധനന് ഉത്സാഹത്തിലായിരുന്നു. എല്ലാവരും കരയ്ക്ക് കയറിയപ്പോഴും ഞങ്ങൾ കളി തുടങ്ങി. പഴയ വൈരികളായിരുന്നു ഞങ്ങളെന്നോർത്തപ്പോൾ അത്ഭുതം തോന്നി. ഒടുവിൽ ഞങ്ങളും കരയ്ക്ക് കയറിയപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, പതുക്കെ മതി. ഈറൻ തുറികൾ ഏറ്റുവാങ്ങിയ ദാസന്മാർ പോയപ്പോൾ അയാൾ പറഞ്ഞു, നമുക്ക് അവസാനം മതി ഭക്ഷണം, ഒരു സ്വകാര്യമുണ്ട്. എല്ലാവരും ഭക്ഷണത്തിന് തിരികെ കയറി കഴിഞ്ഞിരുന്നു. പരിചാരകരിൽ ഒരാളെ വിളിച്ച് ദുര്യോധനൻ പറഞ്ഞു, ഞങ്ങൾക്കവിടെ, ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക്. ജലക്രീഡയുടെ ഒരുക്കത്തിലെ ഗാംഭീര്യം കൊണ്ട് ദുര്യോധനൻ നേരത്തെ എന്നെ വിനീതനാക്കി മാറ്റിയിരുന്നു. ഞാവൽ മരങ്ങളുടെ ഇടയിൽ പരിചാരകർ കമ്പളം വിരിച്ചു. ഭക്ഷണ സാധനങ്ങൾ വെള്ളത്തിളകളിൽ നിർത്തിയപ്പോൾ അവരോട് പോകുവാൻ ആംഗ്യം കാട്ടി.
വറുത്തൊരു കഷണം മാംസം എടുത്ത് ചവച്ചുകൊണ്ട് ദുര്യോധനൻ പറഞ്ഞു, തനിക്കും എനിക്കും മാത്രം ഒരു സാധനം കരുതിയിട്ടുണ്ട്. അയാൾ ഒരു തോൽക്കുടം തുറന്ന് മണപ്പിച്ച് ശരിവെക്കുന്നത് പോലെ മൂളിക്കൊണ്ട് പറഞ്ഞു, മദ്യം. എനിക്ക് ഭയമാണ് ആദ്യം തോന്നിയത്. മദ്യം പരിചയിക്കാനുള്ള പ്രായമായിട്ടില്ല ഞങ്ങൾക്ക്. മധുകപ്പുകളിൽ നിന്ന് വാറ്റിയ മുന്തിയ മദ്യം യവം വാറ്റിയ സുരതാണ വർഗ്ഗക്കാരെ കഴിക്കാറുള്ളൂ. ഇത് വിശേഷപ്പെട്ടതാണ്, രാജകുമാരന്മാർക്ക് ചേർന്നതാണത്രേ. നോക്കൂ. ഞാൻ തോൽക്കൂട്ടം വാങ്ങി മണപ്പിച്ചു. കരിഞ്ഞ പൂക്കളുടെ മണം. അത് തേരൊൽപ്പിച്ചു. അത് തിരിച്ചേൽപ്പിച്ച് ഞാൻ പറഞ്ഞു, വേണ്ട, നമുക്ക് മധുപാനത്തിനുള്ള പ്രായമായില്ലല്ലോ. ദുര്യോധനൻ ചിരിച്ചു. ഒറ്റപ്പന്നിയെ കുന്നം കൊന്ത് വീഴ്ത്തിയ അന്ന് തൊട്ട് നീ പുരുഷനായിരിക്കും. 11 വയസ്സിൽ 16ന്റെ വളർച്ചയുണ്ട് എൻ്റെ ശരീരത്തിനെന്നറിയാം. കുളിമുറികളിൽ വെള്ളം മാറ്റാൻ ദാസിമാർ വരുമ്പോൾ എൻ്റെ നഗ്നതയിൽ നാണം തോന്നിയിട്ട് തുടങ്ങിയിരുന്നു. ഒറ്റപ്പന്നിയെ വീഴ്ത്തിയത് കൊട്ടാരത്തിനകത്ത് ഒരാളും എടുത്തു പറഞ്ഞിട്ടില്ല. അഭിനന്ദന വാക്കും ഞാൻ കേട്ടിട്ടില്ല. ആദ്യത്തെ മൃഗത്തെ വീഴ്ത്തിയതിന് അർജുനന് വേണ്ടി വിതുരർ ഒരു ബലി നടത്തി. ഭീഷ്മാചാര്യൻ സ്വർണ്ണച്ചിറകുള്ള രമ്പ് സമ്മാനമായി കൊടുത്തു. വൈരിയായി ഞാൻ കരുതിയ ദുര്യോധനാണ് എന്നെ ആദ്യമായി പ്രശംസിക്കുന്നത്. എൻ്റെ മനസ്സിൽ ധൃതരാഷ്ട്രപുത്രനോടുള്ള സ്നേഹം കഴിഞ്ഞു. അയാൾ കുടം ചുണ്ടിൽ വെച്ച് ഒരു കവിൾ കുടിച്ചു പറഞ്ഞു, ആദ്യം വീഴുന്ന മൃഗം, ആദ്യം കൊല്ലുന്ന ശത്രു, ആദ്യം അനുഭവിക്കുന്ന പെണ്ണ്, ഇതൊക്കെ ആണിനെന്നും ഓർമ്മകൾ നിൽക്കുന്നതാണ്. മുതിർന്നവരുടെ സ്വരത്തിൽ ഗൗരവത്തിൽ അയാൾ സംസാരിക്കുന്നു. ആദ്യം മധു രുചിച്ച ദിവസവും പ്രധാനമാണ്. എന്നിട്ടും അയാൾ ചിരിച്ചുകൊണ്ട് വീണ്ടും കുടിച്ചു. കുടം താഴെ വെച്ച് നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടി പിന്നിലേക്ക് ഒതുക്കി മുഖം കുറുക്കുവെട്ടി തുറിച്ചുകൊണ്ടിരുന്നു. നിന്റെ ജ്യേഷ്ഠനുണ്ടല്ലോ യുധിഷ്ഠിരൻ, വീര്യവും ശൗര്യവുമില്ലാത്ത വങ്കനാണ്. വലുതാവുമ്പോൾ അയാൾ എന്ത് കാട്ടും? ജ്യേഷ്ഠനെപ്പറ്റി പറഞ്ഞത് എനിക്കത്ര രസിച്ചില്ല. ശാസ്ത്രം പഠിക്കാനാണ് ജ്യേഷ്ഠന് പറ്റുക എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ശരിയാണ്, കേട്ടത് തെറ്റാതെ ആവർത്തിച്ചു ചൊല്ലുവാൻ സമർത്ഥനാണ്. ആയുധനശാലനെ എത്തിയപ്പോൾ അയാൾ നകലിനേക്കാൾ കഷ്ടമാണ്. പക്ഷെ അത് ദുര്യോധനൻ പറയാൻ പാടില്ല. രാജ്യം ഭരിക്കുവാൻ മാത്രമാണ് ജ്യേഷ്ഠനെ പരിശീലിപ്പിക്കുന്നത്. നകുലൻ കൊട്ടാര ഭരണവും ഗോരക്ഷയും നടത്തും. സഹദേവൻ കപ്പം പിരിച്ച് ചെല്ലുവാൻ നടത്തും. യുദ്ധം ചെയ്യുവാൻ അർജുനനുണ്ട്. പിന്നെ ഈ ഞാൻ. ആരും വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങൾക്കെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്ന ജോളികളെ പറ്റി നല്ല ധാരണയുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ദുര്യോധനൻ കൂടുതൽ വിസ്തരിച്ചില്ല. ഇടയ്ക്ക് ഞാൻ തൊടാതെ നീക്കിവെച്ച മദ്യക്കുടത്തിൽ നോക്കി പതുക്കെ ചിരിച്ചു. ഭയമുണ്ടെങ്കിൽ വേണ്ട, മുതിർന്നവർക്കുള്ളതാണ് മദ്യം. അപ്പോൾ ഞാനും കൈനീട്ടി. ചവർപ്പും മധുരവും മുതിർന്നവരെ പോലെ കുടിക്കണമെങ്കിൽ അപ്രിയം പുറത്തു കാട്ടരുത്. അവൻ എന്നെ തോൽപ്പിക്കരുത് എന്ന വാശിയോടെ ഞാൻ ഒരു കവിൾ കൂടി കുടിച്ചു. പിന്നെ കാട്ടാടിൻ്റെ ഒരു തുടക്കക്ഷണം എടുത്തു ചവച്ചു. അടുത്ത് ഗദായുദ്ധം പഠിക്കുവാൻ ബലരാമൻ്റെ അടുത്ത് പോകുന്ന വിശേഷം ദുര്യോധനൻ പറഞ്ഞു. മനസ്സിൽ അസൂയ തോന്നി. ബലരാമൻ അമ്മയുടെ മൂത്ത സഹോദരൻ്റെ മകനാണ്. എന്നിട്ടും എന്നെ അയക്കുന്ന കാര്യം ജ്യേഷ്ഠനോ അമ്മയോ ആലോചിച്ചിട്ടില്ലല്ലോ. ഏറ്റവും കരബലമുള്ള രാജാവനാണെന്നറിയാമോ? ദുര്യോധനൻ്റെ ചോദ്യമായിരുന്നു അത്. ഞാൻ ആലോചിച്ചു. ബലരാമനല്ല, ബലരാമനെ ജരാസന്ധൻ തോൽപ്പിച്ചിട്ടുണ്ട്. ജരാസന്ധൻ്റെ ശക്തിയെപ്പറ്റി പല പാട്ടുകളും കേട്ടിട്ടുണ്ട്. ഞാൻ മറുപടി പറഞ്ഞു, ജരാസന്ധൻ. ദുര്യോധനൻ ചിരിച്ചു. അല്ല, എൻ്റെ അച്ഛൻ ധൃതരാഷ്ട്രൻ. ജരാസന്ധന് 2ാം സ്ഥാനമേ ഉള്ളൂ. പക്ഷെ അച്ഛൻ യുദ്ധം ചെയ്തില്ല. നേരത്തെ രാജ്യം വേണ്ടെന്ന് വെച്ചതല്ലേ. 10,000 മതയാനകളുടെ ശക്തി അദ്ദേഹത്തിന് വരബലം കൊണ്ട് കിട്ടിയതാണെന്ന് ദുര്യോധനൻ പറഞ്ഞു. അതെനിക്കും കിട്ടും കുറേ കഴിയുമ്പോൾ. അവൻ വസ്ത്രം നീക്കി ഇടം തുടയിൽ മുഷ്ടി ചുരിച്ച് ഇടിച്ചു. വായുദേവൻ മലകളെടുത്ത് അമ്മാനമാടിക്കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ആ ശക്തി എനിക്ക് തരും. ഞാൻ മനസ്സിലെ പ്രാർത്ഥനയാണ് അബദ്ധത്തിൽ പറഞ്ഞു പോയത്. ദുര്യോധനൻ പരിഹാസം കലർന്ന സ്വരത്തിൽ കുറച്ചുറക്കെ ചിരിച്ചു. എനിക്ക് അതിശയം വന്നു. ചിരിക്കരുത്, വായുപുത്രനായ ഭീമസേനാണ് ഞാൻ. ദുര്യോധനൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ധർമ്മന് യുധിഷ്ഠിരൻ, വായുവിന് ഭീമൻ, ഇന്ദ്രന് അർജുനൻ. സൗബലവനാവാൻ പറയുന്നത് പോലെ ശുദ്ധമന്തന്മാരാണ് നിങ്ങൾ. വേറെ നല്ല കഥകളുണ്ടാക്കി പറയുവാൻ തോന്നിയില്ലേ നിങ്ങളുടെ അമ്മയ്ക്ക്? ഞാൻ തരിച്ചിരുന്നു. അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം സാവധാനത്തിലാണ് മനസ്സിലാകുവാൻ ഉരുത്തിരിഞ്ഞത്. അരിശം കൊണ്ട് തൊണ്ട വരണം. 2ാമത്തെ തോൽക്കുടം ഒരു വെല്ലുവിളി പോലെ ദുര്യോധനൻ നീട്ടിയപ്പോൾ ഞാനത് വാങ്ങി. എന്നിട്ട് പാതിയോളം ഒറ്റ വലിക്ക് കുടിച്ചു തീർത്ത് ഞാനത് താഴേക്കെറിഞ്ഞു. മക്കളുടെ അച്ഛനാണെന്ന് അറിയാതിരിക്കുവാൻ സ്വകാര്യത്തിൽ മൃഗയ, പിന്നെ വനവാസം. ഋഷിമാർ പറഞ്ഞ പാവൻ ജനങ്ങൾ എന്തു വിശ്വസിക്കും? പക്ഷേ അത് എന്നോട് ആവർത്തിക്കണോ വൃഗോദര? ഞാൻ എഴുന്നേറ്റപ്പോൾ ദുര്യോധനൻ്റെ ചിരി വീണ്ടും മുഴങ്ങി. മഹാബലൻ വായുപുത്രൻ. എൻ്റെ കാലുകൾ ഉറയ്ക്കുന്നില്ല. അവനെ കടന്നു പിടിക്കുവാൻ ആഞ്ഞപ്പോൾ ഞാൻ വീണു. കൈകുത്തുവാൻ ശ്രമിച്ചെങ്കിലും അനുസരണം നഷ്ടപ്പെട്ട കൈപ്പത്തി നിലം തൊടും മുമ്പേ തഴയിച്ചു. ബോധം നഷ്ടപ്പെടും മുമ്പ് വേറെയും ചിരികൾ ശബ്ദത്തിലും അടുത്തു വരുന്നുവെന്ന് തോന്നി. അതിലൊന്നും ദുശാസനൻ്റെയാണ്. കുറച്ചുറക്കിയൊരു ശബ്ദം കേട്ടു. കയറെവിടെ, കെട്ടുവാനുള്ള കയറെവിടെ? അത് സൂതപുത്രൻ കർണൻ്റേതായിരുന്നു. കൊമ്പ് കോത്ത് കിടക്കുന്ന 2 മതഗജങ്ങളുടെ മസ്തകത്തിൻ്റെ നടുവിലാണ് ഞാനെന്ന് ബോധം തെളിയുന്ന വേളയിൽ ആദ്യം തോന്നിയത്. നെഞ്ചിൻ കൂടി ഞെരിഞ്ഞമർന്നു. ഊന്നി നിലയ്ക്കുവാൻ എന്തെങ്കിലും ഉണ്ട്. പിടികിട്ടാൻ പാദത്തിലൊരു വള്ളി ഇല്ല. കയ്യനക്കാനും വയ്യ. അടിത്തട്ടിലാത്തായപ്പോഴാണ് ഞാൻ വെള്ളത്തിൻ്റെ താഴെയായിരുന്നു എന്ന് മനസ്സിലായത്. മുകളിലേക്ക് കുതിക്കുവാനുള്ള ശ്രമത്തിൽ അറിഞ്ഞു. കൈകൾ പിന്നിൽ ചേർത്ത് കെട്ടിയിരിക്കുന്നു. കാലുകളും ഇതുതന്നെയാണ് അവസാനം. ഗംഗയുടെ അകലെ ഏതെങ്കിലും കരയിൽ മുതലുകൾ തിന്ന് ബാക്കിയായ എൻ്റെ എല്ലിൻ കൂട് അടിഞ്ഞു കയറി.
കുന്തിപുത്രൻ ഭീമസേനാണെന്ന് പോലും ആരും അറിയാൻ പോകുന്നില്ല. കൊടുങ്കാറ്റുകളുടെ ദേവ, ഇതാണോ നിന്റെ പുത്രൻ്റെ അവസാനം? കരഞ്ഞുകൊണ്ട് ഞാൻ ഉള്ളിലല്ലാതെ വായിലും മൂക്കിലും ചെളിവെള്ളം ഇരച്ചു കയറി. രക്ഷപ്പെടുവാനുള്ള ഒരവസരമാണെന്ന നിലയ്ക്ക് ഞാൻ കാലിട്ടടിച്ചു. എവിടെയോ ചെന്നെത്തി എൻ്റെ പ്രാർത്ഥന ഫലിച്ചിരുന്നു. കാലിലെ കെട്ടിളകുന്നു. കാലടികൾ ചുറ്റിപ്പിണഞ്ഞ് ഞാൻ എന്തൊക്കെയോ ചെയ്തു. ദേവന്മാരെ തുണച്ചു. ഞെരിയാണിയിൽ നിന്ന് കയറുകൾ ഉയർന്നുപോയി. ഞാൻ മുകളിലേക്ക് കുതിച്ചു. വെള്ളം കയറിയ ശ്വാസകോശത്തിൽ കുടുങ്ങിയ അല്പം വായു നെഞ്ചിൻ കൊടുത്ത് കയർന്നു പുറത്ത് ചാടുമെന്ന് തോന്നി. എത്ര ഉയരത്തിലെത്തിയാലും പിന്നെയും തലയ്ക്ക് മുകളിലുള്ള വെള്ളം. അവസാനം രക്ഷപ്പെടുവാൻ പോകുന്ന കാര്യം സംശയമെന്ന് തോന്നി. കാലുകളുടെ ശക്തി മുഴുവൻ ക്ഷയിച്ചിരുന്നു. മരണം അടുത്തെത്തിയെന്ന് ഉറപ്പിച്ചപ്പോൾ മുകളിലെ വായുവിലേക്ക് ശിരസുയർച്ചു. ശ്വസിച്ചു. പിന്നെ വെള്ളം ഛർദ്ദിച്ചു. വീണ്ടും ദീർഘമായി ശ്വസിച്ചു. കൈകൾ ഇപ്പോഴും ഉപയോഗമില്ലാത്ത കെട്ടിൽ കിടക്കുകയാണ്. തുഴയാതെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് ഞാൻ മുമ്പേ ശീലിച്ചതാണ്. ചുറ്റും ഇരുട്ടാണ്. കര എവിടെയാണ്? ശ്വസിച്ചുകൊണ്ട് പൊങ്ങിക്കിടക്കുന്നപ്പോൾ കൈകൾ കുറേശ്ശെ ഇളക്കമെന്നായി. ഒഴുക്കിൽ ബലം പിടിക്കാതെ ശരീരം തളർത്തിയിട്ട് സാവധാനത്തിൽ ഇടയ്ക്കിടെ കാലുകൾ കൊണ്ട് തുടങ്ങി. മുകളിൽ നക്ഷത്രങ്ങൾ കൂടി ഇല്ലാത്ത ആകാശം ഒരു വലിയ കൃഷ്ണജിനം പോലെ മൂടിപ്പൊതിഞ്ഞിരുന്നു. ഒഴുക്കിൽ നീങ്ങുമ്പോൾ ആലോചിച്ചു, ആരൊക്കെ ചേർന്നാണ് എന്നെ കെട്ടി കയറ്റി തള്ളിയിട്ടത്? പ്രത്യേകമായി എനിക്ക് വരുന്നതിനും സൗകാര്യത്തിനും ഒരുക്കിയ ദുര്യോധനൻ നേരത്തെയെല്ലാം ചട്ടം കിട്ടിയിരിക്കണം. ഞാൻ ഭക്ഷണം കഴിഞ്ഞേ ഉടനെ സ്ഥലം വിട്ടു എന്ന് പറഞ്ഞ് വിശ്വസിച്ച് മടങ്ങും ജ്യേഷ്ഠനും മനുഷ്യന്മാരും. ദുര്യോധനും ദുശാസനും സൂതൻ്റെ മകൻ കർണനും ചേർന്നാണ് കെട്ടിയതും പുഴയിലും തള്ളിയതും. മറ്റു കൗരവകുമാരന്മാരോ? അവരെ ഗൂഢാലോചനയിൽ ദുര്യോധനൻ പങ്കുചേർത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയാനാവില്ല. ജലോത്സവത്തിൻ്റെ മറവിൽ എന്തോ നടുക്കാൻ പോകുന്നതെന്ന് ചിത്രസേനും മറ്റും അറിയാതെ ഇരിക്കില്ല. ഞാൻ ഈ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ കാലടികൾ എന്തു തടഞ്ഞു. ഗംഗയിൽ പലയിടത്തിലും മുതലുകളുണ്ട്. മഹർഷിമാരുടെ ശാപം കൊണ്ട് മുതലുകളായി തീർന്ന പാമ്പുകളാണിവളും. കാൽ പിൻവലിച്ച് വീണ്ടും തുഴയുവാൻ തുടങ്ങിയപ്പോൾ ആഹ്ലാദത്തോടെ ഞാൻ അറിഞ്ഞു, ചവിട്ടിയത് കര തന്നെ. ഇരുട്ടിൽ വീഴുന്ന ചെളിമണ്ണിലേക്ക് ഞാൻ പ്രയാസപ്പെട്ട് കയറി. കരയുറപ്പിച്ച ഭൂമി കാൽക്കീഴിൽ അമരുമ്പോൾ എന്തൊരാശ്വാസം. ഇരുട്ടിൽ കറുത്ത പൊന്തക്കാടുകൾ കണ്ടു. 4-5 അടിച്ചപ്പോൾ വീണുപോയി. തളർന്നു കിടക്കുന്ന തണുപ്പ് ദേഹത്തിൽ ഞെരുങ്ങിയിരിക്കുന്നത് പോലെ തുളഞ്ഞു കയറി. കണ്ണടച്ച് കിടന്നു. കണ്ണു തുറന്നപ്പോൾ കേട്ടത് ആരുടെയോ ചൂളം വിളിയാണ്. ഇരുട്ട് നേർത്തിരിക്കുന്നു. പിന്നെ എനിക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടു. മനുഷ്യർ തന്നെ. അവർ എൻ്റെ ചുറ്റും നിന്ന് കലവില കൂട്ടി. പ്രാകൃതമല്ല അവർ പറയുന്നത്. ഇടയ്ക്ക് കൈകളിലേക്കിട്ട് ആരോ അഴിച്ചു. കുറേ കൈകൾ ചേർന്ന് എന്നെ പൊക്കിയെടുക്കുവാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പ്രയാസപ്പെട്ട് എഴുന്നേറ്റിരുന്നു. മഞ്ഞ നിറത്തിൽ കൂറിയ ശരീരവും ചെറിയ കണ്ണുകളുള്ള മനുഷ്യൻ, രോമം വളരാത്ത മുഖവും നെഞ്ചും. അവർക്ക് പിന്നിലായി കാതിൽ വലിയ ലോഹ വളയിട്ട് ചായം മുക്കിയ മൃഗത്തോലുകൾ കൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച സ്ത്രീകൾ. എൻ്റെ നോട്ടം അവരിലെത്തിയപ്പോൾ ഉയരം കുറഞ്ഞവൾ കളിക്കിലുക്ക് പോലെ ചിരിച്ചു. പൂഴിയിൽ എപ്പോഴും എൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അവർക്കിടയിലൂടെ കറുപ്പും ചുവപ്പും തൂവലുകൾ പിടിപ്പിച്ച് ഉഷ്ണശീതം ധരിച്ച ഒരാൾ കയറി വന്നു. തോളിൽ തോലുറയിൽ അമ്പുകൾ. ഞാൻ അയച്ച ഒരു മുളവില്ല് വലം കൈ. അയാൾക്ക് വേണ്ടി ആളുകൾ വഴി മാറി നിന്നു. എന്നെ സൂക്ഷിച്ചു നോക്കിയ ചെറിയ വട്ടക്കണ്ണുകളിൽ ആദ്യം ക്രൂരനായിരുന്നു. പിന്നെ അവയിൽ മൃദുലഭാവവും പരിക്കുന്നതും ഞാൻ കണ്ടു. എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ അയാൾ ചോദിച്ചു, ആരാണ്? ഞാൻ പേര് പറഞ്ഞു. ഹസ്തിനപുരത്തേക്കാരനാണെന്നും പറഞ്ഞു. അയാൾ പിറകെ വരുവാൻ ആംഗ്യം കാട്ടി. പൊന്തക്കാടുകൾ വങ്ങിഞ്ഞ് അയാൾ നടന്നു. ഞാൻ പിറകെ കൂടെ മറ്റുള്ളവർ. കാടിന് കടം കൊടുത്തു തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ ഉദയമുഹൂർത്തത്തിലെ പ്രകാശം പരന്നു. മരങ്ങൾ വെട്ടി നിരപ്പാക്കിയ സ്ഥലത്ത് ഉരുളൻ മരത്തഴകൾ കൊണ്ട് നിർമ്മിച്ച പാർപ്പിടങ്ങൾ കണ്ടു. എനിക്ക് മനസ്സിലായി, ഇവരാണ് നാഗന്മാർ. പക്ഷേ യമുനയുടെ തീരത്തിലെ കാടുകളിലാണ് ഇവർ പാർക്കുന്നതെന്ന് കേട്ടിരുന്നു. നാഗന്മാരെ പറ്റി പല കഥകളും കുട്ടികളെ പേടിപ്പെടുത്തുന്ന ദാസിമാർ പറയുന്നുണ്ട്. രാത്രിയിൽ അവർ മനുഷ്യരൂപം വെടിഞ്ഞ് സർപ്പങ്ങളായി മാറും. കാടിന് പുറത്ത് കിടക്കുന്നത് ദ്രോഹിച്ചവരാകിയാൽ പകപോക്കുവാൻ മാത്രമാണ്. വിഷം പുരട്ടിയ ചെറിയ അമ്പുകൾ കൊണ്ടാണ് അവർ വേട്ടയാടുന്നത്. അവരിൽ ഒരാൾ ചായം മുക്കാത്ത ഒരു മൃഗത്തോൾ എനിക്കെടുക്കുവാൻ തോന്നി. എനിക്ക് കൃത്യമായി അറിയാത്ത ഏതോ മൃഗത്തിൻ്റേതാണ്. പിന്നെ ധ്യാനം വരിച്ച് തിളപ്പിച്ച് എന്തോ ഭക്ഷണം മരപ്പാത്രത്തിൽ കുടിക്കുവാൻ തോന്നി. ചൂടുണ്ടായിരുന്നു. തണുപ്പും വിശപ്പും കൊണ്ട് തളർന്ന ഞാൻ ആർത്തിയോട് കുടിച്ചു. 2ാമതും 3ാമതും പാത്രം നീട്ടിയപ്പോൾ സ്ത്രീകൾ ചിരിച്ചു. അടുപ്പത്തിരുന്ന പാത്രം അവരിലെത്തിച്ച് എൻ്റെ സമീപം വന്നപ്പോൾ കൂട്ടച്ചിരിയായി. വിശപ്പടങ്ങിയപ്പോൾ ഞാൻ കണ്ണടച്ചു. മരിച്ചുവിട്ടിൽ തല ചായച്ചപ്പോൾ ആരോ വലിയൊരു ചമരത്തിലയുണ്ട് എന്നെ പൊതിപ്പിച്ചു. അകത്തും പുറത്തും ചൂട് വരുന്നു. തൂവൽ തലപ്പാവുകാരൻ എന്തോ മുരണ്ടപ്പോൾ ആളുകളെല്ലാം പുറത്തേക്ക് പോയി. പിന്നെ ഞാൻ ശാന്തമായി ഉറങ്ങി. ആദ്യത്തെ 2 ദിവസം ഒന്നും ചെയ്യാതെയിരുന്നു. എനിക്ക് ഭക്ഷണം തരുന്ന സ്ത്രീകൾ തമ്മിൽ മത്സരിക്കുകയാണെന്ന് തോന്നി. ഞാൻ ഭക്ഷിക്കുന്നത് കണ്ടിരിക്കുന്നതായി അവർ ഒരു പ്രധാന വിനോദം. 3ാം നാളിൽ ആണുങ്ങളുടെ കൂടെ രാത്രിയിൽ ഞാനും വേട്ടയ്ക്കിറങ്ങി. ഇരുട്ടിൽ വേട്ടയാടുന്നത് എളുപ്പമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി. കാട്ടിൽ പക്ഷികളുടെയും മൃഗങ്ങളുടെയും കണ്ണുകൾ രാത്രിയിൽ ഇരുട്ടിൽ ദൂരെ നിന്ന് തന്നെ കാണും. തിരിച്ചറിയാൻ അല്പം പരിചയമേ വേണ്ടു. ഒറ്റപ്പെട്ട മൃഗങ്ങൾ ഇണയെ വിളക്കുന്ന ശബ്ദം കേട്ട് അവർക്ക് വേഗം സ്ഥാനമറിയും. 7ാം നാളിൽ കാടിൻ്റെ അതിർത്തിയിൽ വെച്ച് ഗോത്രതലവനായ നാഗത്തിനോട് ഞാൻ യാത്ര പറഞ്ഞു.
ആശ്ലേഷിക്കുവാൻ വേണ്ടി കൈ നീട്ടിയപ്പോൾ അയാൾ കൈകൾ മുകളിലേക്ക് ഉയർത്തി എന്നെ വന്ദിച്ചു. പാണ്ഡവകുമാര മംഗളം. എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഞാൻ വിഷമിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ അയാൾ പലതും എന്നെ പഠിപ്പിച്ചിരുന്നു. അതാണ് ഞങ്ങളുടെ കാട്ടിലെ നിയമം എന്ന മുഖവരയോടെ മാറത്തെ പുലിനകമാലയും തൂവൽ തുന്നിയ ശിരോവസ്ത്രവും ഗോതലവൻ്റെ അടയാളമാണ്. ആരാണ് എന്നെ വിരിഞ്ഞു കിട്ടി കയത്തിലിട്ടത് എന്ന ചോദ്യത്തിന് ശത്രു എന്ന് മാത്രം ഞാൻ പറഞ്ഞപ്പോൾ അയാൾ ഉപദേശിച്ചു. ശത്രുവിനോട് ദയ കാട്ടരുത്. ദയയിൽ നിന്ന് കൂടുതൽ കരുത്ത് നേടിയ ശത്രു വീണ്ടും നേരിടുമ്പോൾ അജയനാവും. അയാൾ ഞങ്ങളുടെ നിയമം. അതാണ് ഞങ്ങളുടെ നിയമം. മൃഗത്തെ വിട്ടുകളയാൻ മനുഷ്യന് രണ്ടാമതൊരവസരം കൊടുക്കരുത്. ദിവ്യാസ്ത്രങ്ങളെക്കാൾ സ്വന്തം ശക്തിയിൽ വിശ്വസിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞത് എന്തോ എനിക്ക് വിശ്വാസമായില്ല. ദിവ്യാസ്ത്രങ്ങൾ കൊണ്ടേ ഞാൻ കേട്ട യുദ്ധങ്ങളിലെല്ലാം വീരന്മാർ ജയിച്ചിട്ടുള്ളൂ. അപ്പോൾ നാഗൻ ചോദിച്ചു, ശത്രു അതിലും വലിയ ആയുധത്തിനു വേണ്ടി തപം ചെയ്താലും അതും ദേവന്മാർ കൊടുക്കുന്നു. പിന്നെ ആദ്യം തന്നെ ആയുധം കൊണ്ട് തന്നെ ഏത് കാര്യം? ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറയാൻ വിഷമിച്ചു. കൊട്ടാരമുറ്റത്തേക്ക് 8ാം നാളിലെ പ്രഭാതത്തിൽ മാന്തോലെടുത്ത് നടത്തുന്ന എന്നെ കണ്ട് കാവൽക്കാർ ആദ്യം അമ്പരുന്നു. പിന്നെ വാർത്ത പരക്കുവാൻ അധിക സമയം വേണ്ടി വന്നില്ല. രാജ്യം വിട്ടുപോയി എന്ന് കരുതിയ ഭീമൻ തിരിച്ചു വന്നിരിക്കുന്നു. അമ്മയുടെ മുമ്പിൽ ചെന്ന് നിന്നപ്പോൾ ആശ്വാസത്തോടെ ആദ്യം നെടുവീർപ്പിട്ട് എന്നെ ആകെ ഒന്ന് നോക്കി. പിന്നെ മുഖം ഗൗരവം കൊണ്ട് ചുവന്നു. ആരോടും പറയാതെ ഊരുതണ്ടി നിറങ്ങല്ലേ. ഗതാഗതം ഒതുങ്ങാൻ അമ്മയ്ക്കായില്ല. അപ്പോഴേക്കും യുധിഷ്ഠിരനും അർജുനും വന്നു. നീ എവിടെയായിരുന്നു? ഞങ്ങൾ മാത്രമാണ് കേൾക്കുന്നതെന്ന് ഉറപ്പായപ്പോൾ ഞാൻ നടന്ന സംഭവം പറഞ്ഞു. ദുര്യോധനും ദുശാസനും കൂടിയാണ് എന്നെ പ്രാമാണകോടിയിൽ എത്തിയിരുന്നത്. അവർ രണ്ടുപേരും പിന്നെ ആ നീചൻ സൂതപുത്രനായ കർണനും. അമ്മ നടുക്കം പുറത്തു കാട്ടാതെ മരപ്പലകൾ പലകിയ സ്ഥലത്ത് വരിച്ച ശീതചന്ദ്രങ്ങളിൽ നോക്കിക്കൊണ്ടേയിരുന്നു. മിണ്ടിയില്ല. അമ്മ ഞങ്ങളുടെ പിറവിയെപ്പറ്റി പറഞ്ഞതൊക്കെ കള്ളക്കഥകളാണെന്ന് കൂടി അവൻ പരിഹസിച്ച കാര്യം. നീ നേരത്തെ മടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും വിശ്വസിച്ചു. ഭീഷ്മപിതാമഹനോട് നടന്ന കാര്യമെല്ലാം ഇപ്പോൾ പറയണം. വരൂ ഭീമസേന, അമ്മ പറഞ്ഞു. ആരോടും പറയണ്ട, സൂക്ഷിച്ചിരിക്കുക, എപ്പോഴും സൂക്ഷിച്ചിരിക്കുക. ഒരമ്മ പറ്റ ഉണ്ണികളെ പോലെ ഒത്തുകഴിയാൻ പറഞ്ഞ വല്യമ്മയോട് എന്തായാലും ഇത് പറയുക തന്നെ വേണം. അർജുനൻ വാദിച്ചു. അമ്മ അതും വേണ്ടെന്ന ഭാവത്തിൽ തലയാട്ടി. യുധിഷ്ഠിരൻ വളരെ അസ്വസ്ഥനായിരുന്നു. എങ്ങനെ കഴിയും ഇവിടെ? അയാൾ ആരോടെന്നല്ലാതെ ചോദിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ അമ്മയുടെ നേർക്ക് തിരിഞ്ഞു. നമുക്ക് വാസുദേവൻ അമ്മാവൻ്റെ കൊട്ടാരത്തിൽ പോയി താമസിച്ചാലോ? അതിലെനിക്ക് ഉത്സാഹം തോന്നി. ബലരാമനിൽ നിന്ന് ഗദായുദ്ധം പഠിക്കാം. എൻ്റെ പ്രായക്കാരനല്ലേ, എന്നേക്കാൾ ഒരു വയസ്സിന് ഇളയായ കൃഷ്ണൻ ഞങ്ങൾക്ക് കൂട്ടിനുണ്ടാവും. അമ്മ പറഞ്ഞു. അതാണ് കൗരവർക്ക് വേണ്ടത്. അവകാശികൾ ഒഴിഞ്ഞു പോയാൽ അവർക്ക് സൗകര്യമായി. ഇതാണോ ഉണ്ണി നീ പഠിക്കുന്ന രാജ്യതന്ത്രം? യുധിഷ്ഠിരൻ അമ്പരന്നു. പാർക്കാൻ ഒരു രാജധാനിയിൽ ഇടം കിട്ടിയാൽ തീർന്നോ നിന്റെ ആവശ്യങ്ങൾ? അപ്പോൾ പുറവാതിൽ കൂടി കടന്നു വന്ന ദാസി വിതരം പുറത്ത് കാത്തു നിൽക്കുന്നുവെന്ന് പറഞ്ഞു. അമ്മ എഴുന്നേറ്റ് നിന്നു. വന്നിച്ചുകൊണ്ട് കടന്നു വരുന്ന വിതരരെ ധൃതിയിൽ വണങ്ങി അമ്മ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. യുധിഷ്ഠിരൻ പറഞ്ഞു. ഇളയച്ചനെങ്കിലും അറിഞ്ഞിരിക്കണമല്ലോ. ഭീമനെ കൊല്ലുവാൻ അവർ വിഷം കൊടുത്ത് മയക്കി കയത്തിലേറുന്നു. വലിയച്ഛൻ്റെ മക്കൾ തന്നെയാണത്. പിന്നെ സൂതൻ്റെ മകൻ കർണനും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്യണം? പിതർ തലകുനിച്ച് സ്വന്തം കാലടികളിൽ നോക്കി നിൽക്കുന്ന അമ്മയെ നോക്കി. നിങ്ങൾ 5 പേരും കരുതി നടക്കുക, പ്രത്യേകിച്ച് ഭീമനും അർജുനനും. ഞങ്ങൾ ജ്യേഷ്ഠൻ്റെ പുറകെ പുറത്തേക്ക് കിടന്നു. വാതിക്കൽ നിന്ന് കഴിഞ്ഞപ്പോൾ വിതുരർ അമ്മയുടെ സമീപത്ത് പീഠത്തിലിരിക്കുന്നു. അമ്മ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നി. അപ്പോഴും പ്രമാണകോടിയിലെ വധ്യോധമം അമ്മയെ വല്ലാതെ അസ്വസ്ഥമാക്കിയിരിക്കുന്നു. ദുര്യോധനൻ പറഞ്ഞ അപവാദങ്ങൾ അമ്മ കേൾക്കുകയാണെങ്കിലും ശുകാചാര്യനെ വന്ദിക്കുവാൻ ചെന്നപ്പോൾ ഞാൻ സത്യം മുഴുവൻ പറഞ്ഞില്ല. പുഴയിൽ വീണുപോയി. കരക്കെടുത്തപ്പോൾ കാട്ടിൽ വഴിതെറ്റുകയും ചെയ്തു. അദ്ദേഹം കൂടുതൽ ചോദിച്ചില്ല. മടങ്ങി വരുമ്പോൾ അങ്കണത്തിൽ വെച്ച് കൗരവന്മാരെ കണ്ടു. വഴിതെറ്റിപ്പോയ ഒരാൾ വീണ്ടും കൂടെ എത്തിയ ആഹ്ലാദത്തോടെ അവർ എന്നെ ചുറ്റും നിന്നു. കഴിഞ്ഞ ദിവസങ്ങളെപ്പറ്റി എന്തെങ്കിലും കഥകളാണ് പറയേണ്ടതെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. വേണ്ടി വന്നില്ല. എൻ്റെ തിരിച്ചുവരവിനേക്കാൾ വലിയ സംഭവം സംഭാഷണത്തിന് വിഷയമായി. മഹാപുരുഷൻ എന്ന പേര് കേട്ട ഒരു ബ്രാഹ്മണൻ, ധനുർവേദ ആചാര്യൻ, ഞങ്ങളെ പഠിപ്പിക്കുന്നു വന്നിരുന്നു. കൃപാചാര്യരുടെ സഹോദരിയുടെ ഭർത്താവ്. അച്ഛനെ കാണുമ്പോൾ വരുമ്പോൾ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു കളിക്കുന്ന കുട്ടികളെ രസിപ്പിക്കാൻ അദ്ദേഹം അസ്ത്രവിദ്യയിലെ അത്ഭുതങ്ങൾ കാട്ടിക്കൊടുത്തു. വിവരമറിഞ്ഞു വന്ന ഭീഷ്മപിതാമഹൻ ബ്രാഹ്മണനെ നമസ്കരിക്കുന്നതാണ് പിന്നെ കുട്ടികൾ കണ്ടത്. കുരുപാണ്ഡവരുടെ ഭാഗ്യമെന്ന് പറഞ്ഞ് അദ്ദേഹം ബ്രാഹ്മണനെ ഞങ്ങളുടെ ഗുരുനാഥനായി നിശ്ചയിച്ചു അത്ര. അതാണ് ദ്രോണാചാര്യൻ. പിന്നെ ദ്രോണരുടെ കഥകളായി. ആനപ്പന്തികളിലും അശ്വപാലകർക്കിടയിലും പരശുരാമനിൽ നിന്ന് നേടിയ ദിവ്യാസ്ത്രങ്ങളുടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ചിലർ പറഞ്ഞു. വൃദ്ധനായ ഹസ്തവന്മാരും ഉദാസീന ഭാവത്തിൽ കേട്ടിരുന്നു. അവസാനം പറഞ്ഞു, ജപഹോമങ്ങൾ നടത്തി വേദം പഠിപ്പിച്ചേണ്ടിരിക്കുന്ന ബ്രാഹ്മണൻ ശാസ്ത്രം നേടുവാൻ തീർന്നു. പരശുരാമനും ദ്രോണരുമായി കണ്ടുപിട്ടിയ കഥ പറഞ്ഞ് സൂതനെ രസിപ്പിച്ചില്ല. എന്താണ് ശാസ്ത്രവിദ്യ ബ്രാഹ്മണർ പഠിച്ചാലെന്താ? ഒന്നുമില്ല, അവരെയാണ് ഭയപ്പെടേണ്ടത്. ക്രൂരത പിന്നെ ക്ഷത്രിയന്മാർ അവരിൽ നിന്നും കടം കൊള്ളേണ്ടി വരുമെന്ന് മാത്രം. വൃദ്ധൻ കൂടുതൽ തർക്കിക്കാൻ നിൽക്കാതെ എഴുന്നേറ്റ് ധൃതരാഷ്ട്രന് ഈന്തൽപ്പട്ട കൊടുക്കുവാൻ വലിയ പന്തിയിലേക്ക് കയറി. നാഗം പറഞ്ഞത് ശരിയാണെങ്കിൽ ദ്രോണന് ശത്രുക്കളുണ്ടെങ്കിൽ അവരാദ്യം ചെയ്തിരിക്കുക പരശുരാമനിൽ നിന്ന് അതിലും വലിയ അസ്ത്രങ്ങൾ നേടിയിരിക്കുകയായിരിക്കും.
ആഴങ്ങളിലേക്ക് നെഞ്ചു പൊട്ടിപ്പിളരുന്ന വേദനയോടെ താണു പോകുന്ന ദുസ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാൻ ഓരോ രാത്രിയും ഉറങ്ങിയത്. ഞെട്ടി ഉണരുമ്പോഴൊക്കെ മനസ്സിൽ പറഞ്ഞു, ഇല്ല, ആരും ദയ അർഹിക്കുന്നില്ല. അതെ, ഇനി പാണ്ഡവ കൗരവ ദ്രോണരുടെ കഥയാണ് തുടരും.